ഇവര് അങ്കലാപ്പിലിരിക്കുകയാണ്. ഇവരെ വായിച്ചത് കൊണ്ട് മാത്രം എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഒരു അറിവ്, അത് ശരിയായിട്ടുള്ള ഒരു അറിവാണോ എന്ന് എനിക്കറിയില്ല. ആധികാരികമായി എന്തായാലും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ ഗൗരവത്തോടു കൂടി ഒരു ചർച്ച മുന്നോട്ട് വയ്ക്കാനോ കഴിയുന്ന ഒരാളല്ല ഞാൻ. എങ്കിലും വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അത് ഏതാണ്ട് ശരിയാണ് എന്ന് പറയുന്ന ഒരു ധാരണയോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവെക്കുകയാണ്. അതായത് ആയുർവേദം കാര്യത്തെയല്ല കാരണത്തെയാണ് ചികിത്സിക്കുക എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അലോപ്പതി കാര്യത്തിനെ ഗൗരവത്തോടു കൂടി കാണുമ്പോൾ ആയുർവേദം അസുഖത്തിന്റെ കാരണത്തിന് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നു. ഇത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. എപ്പോഴോ വായിച്ച് മനസ്സിലേക്ക് വന്നു കയറിയിട്ടുള്ള ഒരു അറിവാണ്. സന്ദർഭവശാൽ ഒരു വിഷയം പറയാൻ വേണ്ടി അത് പങ്കുവെക്കുന്നു എന്ന് മാത്രം. അതായത് സാമൂഹ്യ കാര്യങ്ങളിൽ ആയുർവേദത്തിന്റെ ഒരു ശൈലി, അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ആയുർവേദത്തിന്റെ ആ ശൈലി സ്വീകരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് ഒരു കാര്യത്തിന് ചികിത്സ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കാരണത്തിന് ചികിത്സ നൽകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ പ്രശ്നം, ആ രോഗം വീണ്ടും ഉയർന്നു വരാതിരിക്കുള്ളൂ. ഞാനിത് പറയാൻ കാരണം, ഇന്ന് ആരിഫ് ഹുസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മട്ടിലുമൊക്കെ ഉള്ള സംസാരം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഞാൻ വാസ്തവത്തിൽ ഈ സംസാരത്തിനായിട്ടല്ല വന്നത്. എൻ്റെ കുറച്ച് പോയിന്റുകളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നത് നമ്മുടെ ഇന്നലെ പറഞ്ഞതുപോലെ ശ്രീ ജി കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരത്തിനായിരുന്നു ഞാൻ എത്തിയത്. പക്ഷേ ആരിഫിലേക്ക് എനിക്ക് പെട്ടെന്നൊന്ന് വരേണ്ടി വന്നു. ഞാൻ ഈ RSSന്റെ ഓഫീസിൽ പോയിട്ട് നേരിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആരിഫ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു മനപ്രയാസത്തിലേ കലാശിച്ചിട്ടുള്ളൂ. ഒരുപാട് സംഖ്യകൾ എന്നെ ചീത്ത വിളിക്കാറുണ്ട്, ഹിന്ദുക്കൾ ചീത്ത വിളിക്കാറുണ്ട്. ഞാൻ ആരിഫിനെ വ്യക്തിപരമായി അറിയുന്ന ഒരാളല്ല. ഞങ്ങൾക്കിടയിൽ സൗഹൃദമോ വിരോധമോ ശത്രുതയോ ഒന്നുമില്ല. അദ്ദേഹത്തോട് യോജിക്കാവുന്ന പല കാര്യങ്ങളുമുണ്ട്, വിയോജിപ്പ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായിട്ടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ദയവായിട്ട് നിങ്ങൾ മുഴുവൻ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് മാത്രമേ അഭിപ്രായം, അല്ലെങ്കിൽ എന്നെ ചീത്ത പറയുള്ളൂ. അഭിപ്രായം എന്തും പറഞ്ഞോളൂ, പക്ഷെ ചീത്തയായിട്ട് പറയണമെങ്കിൽ ഞാൻ പറയുന്നത് മുഴുവനായിട്ടൊന്ന് കേൾക്കണം. അതായത് ആരിഫ് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു. അവരുടെ മതഗ്രന്ഥം അദ്ദേഹം വിസ്തരിച്ച് പഠിച്ചു. മദ്രസകളിൽ പോയിട്ടും പഠിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആധികാരികമായിട്ടുള്ള ഒരു അറിവ് ആ മതത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ മതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴും അറിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ആ മതത്തിൽ തുടരാൻ താല്പര്യം തോന്നിയില്ല. അദ്ദേഹം പുറത്തേക്ക് വരുന്നു, മതവിരുദ്ധനായി മാറുന്നു, ദൈവവിരോധിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു നാസ്തികനാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തോടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തോടോ പ്രത്യേക പ്രതിപത്തിയൊന്നും കൂടാതെയാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മതത്തെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന് ആ മതവിരുദ്ധനാവാൻ കഴിഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മരംഗം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ഹോമിയോ ഡോക്ടർ ആയിരുന്നു എന്ന് പറയുന്നു. ഹോമിയോ ഡോക്ടർ ആവാൻ വേണ്ടി ഹോമിയോപ്പതി പഠിച്ചപ്പോഴാണ് അദ്ദേഹം അതിനകത്തും കുഴപ്പങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹോമിയോപ്പതി കാലികമല്ല എന്നും അത് മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് യാതൊരു സംഭാവനകളും നൽകാത്ത ഒരു ശാസ്ത്രമാണോ എന്ന് പോലും അദ്ദേഹം അത് അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഹോമിയോപ്പതിയെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ജനിച്ച് വളർന്ന് പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള മതത്തെ തള്ളിപ്പറഞ്ഞു, പിന്നീട് ഹോമിയോപ്പതിയെ തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും ഒരു മുസ്ലിം വിരുദ്ധൻ എന്ന് പറയുന്ന രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും അദ്ദേഹം കൂടുതലായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിം വിരുദ്ധത സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇനി പറയാൻ പോകുന്നത്, ആരിഫ് ഹുസൈനെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ആരിഫ് ഹുസൈൻ പറഞ്ഞിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് പോലും എതിരാകുന്ന നിലയിൽ ചില മതപണ്ഡിതന്മാർ, ഉസ്താദുമാർ സമൂഹത്തിൽ പരസ്യമായി പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി എന്ന് പറയുന്നു. പണ്ട് കാലത്തും ഇതൊക്കെ നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടായിരിക്കും ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ ഇത്രമാത്രം ആ മതത്തോടുള്ള വിരോധഭാവത്തിൽ സമൂഹത്തിലേക്ക് വന്നു തുടങ്ങാൻ കാരണം. ഒരുപക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ കേട്ടായിരിക്കും. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമായതുകൊണ്ട് എല്ലാവരുടെയും കൈവശം മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു ക്ലാസ് മുറിയിൽ മാത്രമായിട്ട് മതം അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു വിഷയമായി ഒതുങ്ങി നിൽക്കില്ല. തീർച്ചയായിട്ടും അത് പുറത്തേക്ക് വരും. അങ്ങനെ പണ്ട് കാലം മുതൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പലതും ഇന്ന് പുറത്തേക്ക് വന്നു തുടങ്ങി. ആളുകൾ അയ്യോ എന്ന് വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉസ്താദ് പറഞ്ഞതിൽ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ ആരിഫ് പറയുന്നതിനകത്ത് ശരിയും തെറ്റുമുണ്ടോ? ഇതൊന്നുമല്ല നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. പകരം ആരിഫ് പറയുന്ന കാര്യങ്ങളുടെ കാരണത്തിന് വേണം നമ്മൾ ചികിത്സ കൊടുക്കാനെന്നാണ് ഞാൻ പറഞ്ഞത്. ആയുർവേദം എങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്യുന്നത്, ആ കാരണത്തിനാണ്. അതല്ല ആരിഫിനെ നമ്മൾ വിമർശിച്ചിട്ടോ വിഗ്രഹവൽക്കരിച്ചിട്ടോ കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദിനെ എന്തെങ്കിലും തരത്തിൽ വിമർശിച്ചിട്ടോ അദ്ദേഹത്തെ ഒരു വിരോധ ബുദ്ധിയോടുകൂടി സമീപിച്ചിട്ടോ പ്രയോജനമില്ല. നമ്മുടെ സമൂഹത്തിൽ സമാധാന സുന്ദരമായ ഒരു അവസ്ഥ നിലനിന്നു പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാരണത്തിന് വേണം ചികിത്സ. അത് സർക്കാർ സംവിധാനങ്ങൾക്കേ സാധിക്കുള്ളൂ. ഇത്രയും വലിയ വിഷമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മളത് പഠിച്ചിറങ്ങുന്ന ആളുകൾ വിരോധം പറയുമ്പോൾ അവരെ നമ്മൾ എങ്ങനെയാണ് ശത്രുപക്ഷത്ത് നിർത്തുക എന്നുള്ള ആലോചന എൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്
നമ്മൾ ഒരു വളരെ നേരം പോക്കിൽ മാത്രമായിട്ട് സംസാരിക്കാൻ നമുക്ക് സുഡുവിരുദ്ധത എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ ശരിക്കും മാനുഷിക വശത്തിലൂടെ നമ്മൾ, അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ ഒരു കണ്ണിലൂടെ നമ്മൾ അവരെ നോക്കിക്കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ വളരെ കുഞ്ഞായിരിക്കുന്ന കാലം മുതൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതര മതസ്ഥരോടുള്ള വിരോധം അങ്ങനെ പഠിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ജീവിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സമാധാനവും സ്വസ്ഥതയും പകരാൻ പറ്റുക? അല്ലേ? മുന്നിൽ കാഫിറുകളെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത, അവർക്ക് സമാധാനമുണ്ടോ ജീവിതത്തിൽ? സമാധാനം സ്വന്തമായി അനുഭവിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ സമാധാനം അനുഭവിപ്പിക്കാൻ കഴിയുക? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, മോശമായി നമ്മളുടെ സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് ഈ മതസ്ഥനായി കുരച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ വിമർശിക്കുമ്പോഴും അവരോട് വിരോധ ബുദ്ധിയോടുകൂടി സമീപിക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, അവരും വാസ്തവത്തിൽ ഇരകളല്ലേ? ആരിഫ് ഹുസൈന് സ്വതന്ത്ര ബുദ്ധി ഉള്ളതുകൊണ്ട് ആരിഫ് ഹുസൈന് സാധിച്ചു പുറത്തിറങ്ങി വരാൻ. പക്ഷെ അതിന് പോലും കഴിയാതെ പോകുന്ന മനുഷ്യർ. ഇന്ന് ആരിഫ് ഹുസൈന് വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടുന്നുണ്ട്. അത് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റേതെങ്കിലും ഒരു പ്രദേശത്ത്, ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തായിരുന്നു എന്നുണ്ടെങ്കിൽ ആരിഫ് ഹുസൈൻ ഇത്ര സ്വതന്ത്ര ബുദ്ധിയോടുകൂടി സംസാരിക്കാൻ ധൈര്യവും കിട്ടില്ല, അതിന് തയ്യാറാവുകയുമില്ല. അങ്ങനെ തയ്യാറായാൽ പിന്നീട് ഇഹലോകവാസിയായിട്ട് അങ്ങനെ തുടരുന്നുമുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരം വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ പൊതു ഇടങ്ങളിലിരുന്നു കൊണ്ട് സാധാരണ എന്നെപ്പോലുള്ള പ്രതികരണ തൊഴിലാളികളിലൂടെയൊന്നും പുറത്തു വരേണ്ട വിഷയമല്ല. ഇത് വളരെ ഗൗരവത്തോടുകൂടി സമൂഹത്തെക്കാൾ കൂടുതൽ സംവിധാനങ്ങൾ ആലോചിക്കുകയും ഇതിൻ്റെ കാരണങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ചികിത്സ നൽകുക, അത് പൊതുസമൂഹം കൃത്യമായിട്ട് അറിയണമെന്ന് പോലുമില്ല. അല്ലെങ്കിൽ തന്നെ ബോധവൽക്കരണം നടത്തുക, ഇത് അപകടമാണ്. ആ സമൂഹത്തിൽപ്പെട്ടവർക്ക് തന്നെ ഇത് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ സമാധാന സുന്ദരമായ ഒരു ജീവിതമല്ല നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പരലോകവാസിയായി ആയതിനു ശേഷം അനുഭവിക്കാനിരിക്കുന്ന സ്വർഗത്തെയും ഒരു ദൈവ സാന്നിധ്യവുമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവർക്ക് നരകം പകർന്നുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മനുഷ്യനായി ജീവിച്ച് പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് സഹജീവിതം നയിച്ച് സമാധാനത്തോടുകൂടി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ദൈവമുണ്ട് എങ്കിൽ, ഞാൻ എൻ്റെ സഹജീവിയെ സ്നേഹിച്ച ഒരു മനുഷ്യനാണ്, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന വിധം എൻ്റെ ജീവിതത്തെ പിൻവലിച്ചുകൊണ്ട് ഒതുങ്ങി ജീവിച്ചു പോയ ഒരു മനുഷ്യനാണ്. ദൈവമേ, അങ്ങ് മനസ്സിലാക്കണം, ഞാൻ എൻ്റെ സഹജീവിയെ ഇതര മതസ്ഥൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ഉപദ്രവിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ദൈവം എനിക്ക് സ്വർഗം നിഷേധിക്കുന്നുവെങ്കിൽ ദൈവം വളരെ പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അങ്ങ് അത് ചെയ്യരുത്, അങ്ങൊരു മനുഷ്യനേക്കാൾ, ഒരു പിറ മനുഷ്യനേക്കാൾ ചെറുതാവരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സ്വർഗത്തിൽ അവസരം ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ആരിഫ് ഹുസൈൻ ഇതുപോലെ വേവലാതിപ്പെടുന്നത് കാണുമ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുകയോ വിഗ്രഹവൽക്കരിക്കുകയോ വീരാരാധനയോടുകൂടി സമീപിക്കുകയോ അല്ല ചെയ്യേണ്ടത്. പകരം ആരിഫിനെ പോലെ തന്നെ സമാധാന സുന്ദരമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ആ മതത്തിൽപ്പെട്ട് മതസ്ഥനായി കഴിയുന്ന, മതശാസനയ്ക്ക് ഇരപ്പെട്ടുകൊണ്ട് കഴിയുന്ന ഒരു ഇന്ത്യൻ പൗരനു കൂടി ഈ ഭാരതം നൽകുന്ന എല്ലാ സമാധാനവും സ്വാതന്ത്ര്യവും അനുഭവിച്ചുകൊണ്ട് സാമൂഹ്യ ജീവിതം നയിക്കാൻ കഴിയുന്ന നിലയിൽ അവരെ പരുവപ്പെടുത്തിയെടുക്കാൻ വേണ്ടുന്ന സംസാരമാവണം നമ്മുടെ ഭാഗത്തു നിന്ന് നടക്കേണ്ടത്, നമ്മൾ നടത്തേണ്ടത്. അതല്ലാതെ ഒരാൾക്ക് ഒരു പ്രശ്നം സംഭവിച്ചു, ഒരാൾ സുഡാപ്പിയാവുന്നു. എന്തുകൊണ്ട് സുഡാപ്പിയാവുന്നു? സുഡാപ്പികൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലല്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവർക്ക് വലിയ ആത്മാർത്ഥതയുള്ള കൂട്ടരാണ്. അവരിപ്പോൾ എന്നെ ചീത്ത നന്നായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് എന്നോട് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യത്തിൻ്റെ പുറത്തും വെറുപ്പിൻ്റെ പുറത്തുമല്ല അവർ എന്നോട് ഈ കാലുഷ്യം കാണിക്കുന്നത്. നിങ്ങൾ നമ്മുടെ സന്ദീപ് വാര്യരുടെ കാര്യം എടുക്കുക. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിയെ എന്തുമാത്രം വിമർശിച്ചു അവർ, അല്ല എന്തുമാത്രം പകയോടുകൂടിയാണ് സന്ദീപ് വാര്യരെ സമീപിച്ചത്. സന്ദീപ് വാര്യർ അവരുടെ പാളയത്തേക്ക് ചെന്ന് കഴിഞ്ഞ നിമിഷം അവർക്ക് പിന്നെ ശത്രുതയില്ല. അവർ സ്നേഹം കൊണ്ട് സന്ദീപ് വാര്യരെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അവർക്ക് വലിയ ആത്മാർത്ഥതയുള്ള കൂട്ടരാണ്. ഹിന്ദുക്കൾക്ക് അത്ര ആത്മാർത്ഥതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല.
കാരണം ഹിന്ദു ജീവിച്ചു വളർന്ന സാഹചര്യത്തിലൂടെ അല്ല ഒരു മതസ്ഥനായിട്ടുള്ള ഒരു ഇതര മുസ്ലിം മതത്തിൽപ്പെട്ട മിക്കവരും ജീവിക്കുന്നത്. മദ്രസ പഠനത്തിലൂടെയൊക്കെ വരുന്ന ആളുകൾ ജീവിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ സ്വാഭാവികമായ ഒരു മനുഷ്യ ജീവിതം അവർക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സാഹചര്യം ചെറുപ്പം മുതലേ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിക്കണം എന്ന് പറയുന്ന ഒരു എളിയ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഞാൻ അധിക പ്രസംഗം നടത്താതിരിക്കാൻ വേണ്ടി കുറച്ച് പോയിന്റുകളൊക്കെ എഴുതി വെച്ചിട്ടാണ് ഞാൻ വന്നപ്പോഴാണ് ഈ ആരിഫ് ഹുസൈൻ്റെ കാര്യം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹം തോന്നിയത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിരോധ ബുദ്ധിയോടുകൂടി സമീപിച്ചതല്ല, വിമർശിച്ചതല്ല. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ആരാധിക്കുന്ന സംഘികൾ പോങ്ങനെ വെറുക്കരുത്. അല്ലെങ്കിൽ പോങ്ങനെ വെറുത്താലും കുഴപ്പമില്ല. നിങ്ങൾ ദയവായിട്ട് എന്നെ ചീത്ത പറഞ്ഞ് സ്വയം ചെറുതായി പോവാതിരിക്കുക. ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചതല്ല, പകരം അദ്ദേഹത്തിനൊരു സാഹചര്യം ലഭിച്ചു, അദ്ദേഹത്തിന് ഒരു ബൗദ്ധിക വികാസം സംഭവിച്ചു. അതുകൊണ്ട് അദ്ദേഹം ആ മതത്തിൽ നിന്ന് വിട്ടു പുറത്തു വന്നു. എന്നാൽ ആ മതത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ ആ സാമൂഹ്യ ജീവിതത്തിനകത്ത് പെട്ടുപോയിട്ട് ആ മതസ്ഥനായി ജീവിച്ചു കൊണ്ടുപോകുന്ന, ഒരിക്കൽ പോലും എന്താണ് യഥാർത്ഥത്തിലുള്ള ഒരു മാനവിക ബുദ്ധി എന്ന് മനസ്സിലാക്കാതെ ജീവിച്ചു മരിച്ചു പോകുന്ന ആളുകൾക്ക് കൂടി സ്വാതന്ത്ര്യം നൽകണമെന്നും അവർക്ക് കൂടി സമാധാനം പകരണമെന്നും പറയുന്ന ഒരു ആലോചനയോടെ വേണം നമ്മളൊക്കെ ജീവിക്കാനും സംസാരിക്കാനും. അതൊരു പക്ഷേ ഒരു ഹിന്ദുവിനെ സാധിക്കൂ. കാരണം ഹിന്ദു എന്നുള്ള നിലയിൽ എനിക്കിത് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു മതപഠനം എനിക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ഹിന്ദുവിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനല്ല. ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ സന്തോഷം അനുഭവിക്കുന്ന ഒരാളല്ല. ഹിന്ദു ഭൂരിപക്ഷമായി ഇരിക്കുന്നത് കൊണ്ട് മാത്രം സമാധാനം ലഭിക്കുന്നുണ്ട് ഈ സമൂഹത്തിനെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് വർഗീയ ബുദ്ധിയല്ല, പകരം സമാധാനത്തോടുള്ള എൻ്റെ പ്രിയമാണ്. ദയവായിട്ട് ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടത് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സംരക്ഷണം നൽകുക, അദ്ദേഹത്തിന് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കുക, അദ്ദേഹത്തിനെ കായികമായിട്ട് ആരും നേരിടാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടുന്ന സഹായങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുക. അതുപോലെ സംവിധാനങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു മതത്തെ പേപ്പട്ടി മതം എന്നൊക്കെ അങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ അത് കേട്ട് സന്തോഷിക്കുന്ന ഒരു ഹിന്ദു മനസ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു ഹിന്ദു മനസ്സാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പേപ്പട്ടി മതം എന്നൊക്കെ ഒരു മതത്തെയും, അതിപ്പോൾ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരവരുടെ മതത്തെ പരിഹസിക്കുന്ന രീതിയിൽ, നിന്ദിക്കുന്ന രീതിയിൽ ആരെങ്കിലും ഇറങ്ങി തിരിച്ചാൽ സഹിക്കാൻ പറ്റുമോ? ഇനി ഒന്നും വേണ്ട, ഒരു ഹിന്ദു ആരിഫ് ഹുസൈനായിട്ട് ഞാനൊന്ന് മാറുന്നു എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ വാക്സാമർഥ്യം ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കളെ അധിക്ഷേപിച്ച് നശിപ്പിച്ച് നാറാണക്കെല്ലാം പിടിപ്പിച്ച് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾക്ക് സ്നേഹം തോന്നുമോ? എന്നോട് ഇഷ്ടം തോന്നുമോ? എന്നോട് ബഹുമാനം തോന്നുമോ? എന്നോട് ആദരവ് തോന്നുമോ? എന്നെ അംഗീകരിക്കാൻ തോന്നുമോ? ഇല്ല. എറിയാൻ തോന്നും, കല്ലെടുത്തെറിയാൻ തോന്നും, ചവിട്ടിക്കൂട്ടാൻ തോന്നും, അല്ലേ? ഓരോരോ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള വികാരങ്ങളുണ്ട്, അഭിമാനങ്ങളുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ ആരിഫിൻ്റെ കൂടെ കൂടിക്കൊണ്ട് പേപ്പട്ടി മതം എന്നൊന്നും വിളിക്കരുത്. ആ മതത്തിൽ പെട്ടുപോകുന്ന, ആ മതത്തിൽപ്പെട്ട് പേപ്പട്ടികളായിട്ട് ആരെങ്കിലും മാറുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ ആ പേവിഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്ന് ആലോചിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പരസ്യമായി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇരുന്ന് സംസാരിച്ച് പക, വെറുപ്പ്, വിദ്വേഷം പരത്തുന്നതിനകത്ത് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് പോങ്ങൻ്റെ ഒരു വിചാരം. പോങ്ങ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും അങ്ങനെ ആവില്ല. ഞാൻ സുഡാപ്പികളെയൊക്കെ വിമർശിക്കുന്ന ഒരാളാണ്. അവരുടെ രാഷ്ട്രീയത്തിലുള്ള അവരുടെ കടന്നുകയറ്റം, മതം രാഷ്ട്ര ശരീരത്തിലേക്ക് അവരുടെ മതം അവർ കയറ്റി വിടാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ്, അത്തരക്കാരെ മാത്രമാണ് ഞാൻ വിമർശിക്കുന്നത്. അപ്പോൾ പോലും എൻ്റെ ഉള്ളിൽ ഒരു കരുണാഭാവം അവരോടുണ്ട്. കാരണം അവർ മതത്തിൻ്റെ ഇരകൾ തന്നെയാണ്. കാരണം കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴല്ലേ അവരുടെ ഉള്ളിലേക്ക് ഇത് കയറിയത്. എൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഒന്നും കയറ്റി വിടാത്തത് കൊണ്ടല്ലേ എനിക്കിങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആരിഫ് പേപ്പട്ടി മതം എന്നൊക്കെ വിളിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഒരു മതവും പേപ്പട്ടി മതമല്ല. ഏത് മതത്തിലും അമിതമായ ഒരു വിശ്വാസമോ ആശ്രിതത്വമോ വന്നു കഴിഞ്ഞാൽ ഏത് മതസ്ഥർക്കും പേ പിടിക്കും. ഒരു ഹിന്ദുവിനും പേ പിടിക്കാം, ഒരു ക്രിസ്ത്യാനിക്കും പേ പിടിക്കാം, ഒരു മുസൽമാനും മതപ്പേ പിടിക്കാം. അതുകൊണ്ട് ഒരു മതം മൊത്തത്തിൽ പേപ്പട്ടി മതമാണെന്നുണ്ടെങ്കിൽ അതിനെന്താ പരിഹാരം എന്നുള്ളതല്ലേ ആലോചിക്കേണ്ടത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, കാര്യത്തിനെ അല്ല ചികിത്സിക്കേണ്ടത്. ആയുർവേദം ചെയ്യുന്നത് പോലെ കാരണത്തെ ചികിത്സിക്കണം. അത് ചെയ്തേ പറ്റുള്ളൂ. അത് സംവിധാനങ്ങളാണ് നോക്കേണ്ടത്. ആരിഫ് ഹുസൈനോ പോങ്ങുമൂടനോ
അല്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ കിടന്ന് ഇങ്ങനെ കുരച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് സംവിധാനങ്ങൾ ശ്രമിക്കണം. ആത്മാർത്ഥമായി എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തുല്യമായിട്ട് ഈ ഭാരതത്തെ അനുഭവിക്കാൻ കഴിയുന്ന, ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശങ്ങളും തുല്യമായ നിയമപരിരക്ഷകളും നൽകാൻ വേണ്ടുന്നതായിട്ടുള്ള പരിശ്രമം നമ്മളുടെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടുപോകും. ഞാൻ പലപ്പോഴും ആരിഫിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ചീത്ത മേടിച്ചു. ഇതിൻ്റെ പേരിൽ എനിക്ക് ചീത്ത മേടിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് പറയുകയാണ്, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രമേ എന്നെ ചീത്ത പറഞ്ഞ് നിങ്ങൾ സ്വയം ചെറുതാകാവുള്ളൂ. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഏത് ചീത്തയും മേടിക്കാൻ തയ്യാറാണ്. സന്തോഷം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഈ സാമൂഹ്യ കാര്യങ്ങളിൽ ആയുർവേദത്തിൻ്റെ രീതിയാണ് നല്ലത്. കാര്യത്തിനല്ല, കാരണത്തിനാവണം ചികിത്സ. സ്നേഹം. നമുക്കെല്ലാം നല്ലത് വരട്ടെ. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ.